എന്തിനാ കാണിക്കുന്നത്? കൊച്ചു പിള്ളേർ കളിക്കുന്നതാ. ഏറിലിരിക്കുന്നത് 300 കിലോയും 30 കിലോയും തമ്മിലുള്ള മത്സരം. അമ്മ മാത്രമേ ഉള്ളു കളിക്കാൻ. ഞാൻ ഈ കുഞ്ഞു സാധനത്തിൽ നടുവിട്ടു. കൊള്ളാൻ നൈസ് സാധനം. ഒടിഞ്ഞു പോവോ പിള്ളേർക്ക് കളിക്കുന്ന കേട്ടോ. അമ്മ ഞാൻ ഇരിക്കാം, ഞാനും അമ്മയും കൂടി ഇരിക്കാം. അപ്പൊ ആർക്കാ വെയിറ്റ് നോക്കാലോ. അമ്മ ഏറില് ഇല്ല, തവള ഇരിക്കുന്നതൊക്കെ ഇരിക്കുന്നമ്മ. ഞാൻ ഒക്കെ എനിക്കാ വെയിറ്റ് കൂടുതൽ. ഇപ്പൊ നേരത്തെ ആയിരുന്നേ അമ്മയ്ക്കായിരുന്നു വെയിറ്റ്, ഇപ്പൊ എനിക്കായി. തരൂല. അയ്യോ അച്ഛൻ ഇരിക്കുമ്പോ ഞാൻ മൊത്തത്തിൽ സെറ്റോടെ പൊങ്ങി പോകും. എതുക്കി ഇരിക്കണേ എന്റെ അരമണ്ടല്ലേ പോകും. ഞാൻ ഫുള്ള് അച്ഛൻ താക്കണേ. ഞാൻ ഫുള്ള് താക്കണേ. വിട്. ഞാൻ ഫുള്ള് താക്കാം. അച്ഛൻ കാല് വെക്ക്. ഈ കാല് വെക്ക്. ഞാൻ നീ ഫുള്ള് താക്കോ. ഇവര് രണ്ടുപേരും സെയിം വെയിറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾ ഈക്വലാ. ഒരാൾ താന്നേ. ഇവര് ഈക്വൽ വെയിറ്റ് ആട്ടോ. ഇത് പൂച്ച കേട്ടോ. നമ്മുടെ കുടുംബ സ്വഭാവം മൊത്തം കാണിക്കുന്നുണ്ട്. ഒട്ടും മോശമല്ല. ഓ വിട്. പിന്നെന്താ, വിട്. പോവാ. എന്തൊരു വിഷമം. ഒരു വിഷമം. കിടന്നങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു ഇവിടെ. ഇപ്പൊ നമ്മള് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങും കേട്ടോ. എന്തെങ്കിലുമൊക്കെ സാധനം എടുക്കണ്ടോ? മറന്നോ? ഇല്ലല്ലോ. ഒറ്റ സാധനം നമ്മൾ മറക്കത്തില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കംപ്ലീറ്റ് സാധനം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോകും. അങ്ങനെ ആർക്കും ഒന്നും കിട്ടത്തില്ല അമ്മയുടെ കയ്യിൽ നിന്ന്. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കിയേക്കാം. ഈ ഫ്രിഡ്ജും കിട്ടുകൊണ്ട് പോയാലും നമുക്ക് ഇല്ല ഒന്നുമില്ല കേട്ടോ. നമ്മളെല്ലാ സംഭവം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ബാഗും പെട്ടിയും പാട്ടയും ഒക്കെ ഇട്ട് ഇറങ്ങി. വെള്ളം എടുത്ത് ഒന്നും ഇല്ലല്ലോ എടുക്കാൻ. ഒന്ന് വേണം ഒന്നുകൂടെ നോക്കിക്കോ. ഒന്നും മിസ്സാക്കണ്ട. ഇത് ഉരുട്ടുന്നല്ലേ? ഉരുട്ടിക്കൊണ്ട് പോയാൽ മതി. അച്ഛന് ബെൽറ്റ് ഇല്ല കേട്ടോ. അത് പോകുന്ന വഴിക്ക് അതിന്റെ കഥ അവിടെ തന്നെ ചരട് കൊണ്ടെങ്കിൽ മേടിച്ചിട്ട് ഇല്ല. അച്ഛന്റെ ബെൽറ്റ് ഇല്ല കേട്ടോ. അച്ഛന്റെ ബെൽറ്റ് ഞാൻ ഇട്ട്. എനിക്ക് ബെൽറ്റ് ഇല്ലായിരുന്നു. ഞാൻ ഒരു ബെൽറ്റ് ഇല്ലാത്തതാണ്. അപ്പൊ ഗൈസ് നമ്മള് ഇറങ്ങുകയാണ്. പോവാം തിരിച്ച് വീട്ടിലേക്ക്. അവിടെ ഭയങ്കര മഴയാണ്. ഭയങ്കര മഴയാ? അതെന്ത് ഇവിടെ മഴയില്ലല്ലോ? സാധാരണ ഇവിടെ ഇല്ലേ മഴയൊക്കെ വരണ്ട? ഇല്ല, ഇവിടെ പെയ്യത്തില്ല. ഞങ്ങളുള്ളിടത്ത് മഴ പെയ്യത്തില്ല. അങ്ങനെയാ? ഇറങ്ങ. നമ്മുടേതായിട്ട് ഇനി ഒന്നുമില്ല. വേണമെങ്കിൽ ആ ക്ലോസറ്റ് ഒക്കെ എടുത്താ പാ. വെയില് കഴിച്ചു. സമയം 8 മണി ആയതേ ഉള്ളൂ. ഇവിടെ അങ്ങ് വെയിലാന്നല്ലോ. ഇന്നലെ ഗവി പോയിട്ടും കുറെ വെയിലും ഉണ്ട്. ശരിക്കും വെയിലും ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ആ വഞ്ചിയിലൊക്കെ ഇരുന്ന് ഞാൻ പുഴുങ്ങി എടുത്തന്നെ. ഇപ്പൊ വെയിലായിരുന്നു അറിയോ. ലിഫ്റ്റ് ഓപ്പൺ. ഓപ്പൺ ദ ലെഫ്റ്റ്. ലൈൻ കട്ട്. എവിടെ? ജി. കേറ്. വണ്ടി പോടും. ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വന്നോട്ടോ. അച്ഛാ സിന്നവടയാണോ? പെരിവടയില്ല. സിന്നവട കേട്ടോ. അമ്മ എനിക്കൊരു സിന്നവട എടുത്തു തരുമോ? സിന്നവട എടുത്തേ. പുട്ടോ? ഓ എനിക്ക് വേണ്ട. ഞാൻ പുട്ടൊന്നും എടുത്തിരിക്കുക വീട്ടിൽ നിന്ന്. എന്തൊക്കെ എടുത്ത്? പുട്ട് എല്ലാം എടുത്ത്. എല്ലാത്തിനും ശാലജ. അച്ഛൻ പൂരിയും മുട്ട പുറത്ത് എല്ലാം എടുത്തു കേട്ടോ. പഴംപുഴുങ്ങിയതും എടുത്ത്. ഞാൻ പുഴുങ്ങിയിരിക്കുക മൊത്തത്തിൽ. അളി എന്തിനൊക്കെ എടുത്ത്? അളിയൻ ദോശ എടുത്ത്, പൂരി എടുത്ത്, കടലക്കറിയോ? ഓക്കെ. ഇച്ചിരിച്ചേ വട ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ചമ്മന്തിക്കകത്തോട്ട് അങ്ങോട്ട് മുക്കണം. ഇങ്ങനെ ഇത് സിന്ന വട കേട്ടോ. കുഞ്ഞു വടയാണ്. കുഞ്ഞു വട അങ്ങോട്ട് എടുക്കുക. ഉപ്പ് കുറവാ. ഓക്കെ കഴിച്ചിട്ട് വരാവേ.
ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ റിസോർട്ടിനോടൊക്കെ വിട പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. സത്യം പറഞ്ഞാല് കുറച്ച് ദിവസം ഇങ്ങനെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോ ഒരു സുഖമുണ്ട് ഇല്ലേ? ഒരു പ്രത്യേകതര സുഖം. അമ്മയുടെ ആ ഉണക്ക പുട്ടും ആ കടലയും ഒക്കെ അങ്ങോട്ട് തിന്നുമ്പോ ഒരു ആഹാ അന്താസ്. ഇവിടെ എന്തൊക്കെയായിരുന്നു തിന്നേ, എന്തിനൊക്കെയാ ഉണ്ടായിരുന്നല്ലേ, പലതരം വിഭവങ്ങൾ. പക്ഷെ ഒത്തിരി അങ്ങ് ഹിന്ദിക്കാരെ ഫുഡാട്ടോ, നമുക്ക് അത് അത്ര അങ്ങോട്ട് ദഹിക്കത്തില്ല. എല്ലാം എടുക്കും കേട്ടെ, കണ്ടത് ചുവന്നതും വെള്ളയും കറുപ്പും പച്ചയും എല്ലാം എടുക്കും. എന്തിനാണെന്ന് അറിയത്തില്ല. അവസാനം പ്ലേറ്റ് കൊടുത്ത് അവിടെ ടേസ്റ്റ് അവളെ അച്ഛൻ ജോലിക്ക് പോകും, അതെ അതെ, അമ്മ ജോലിക്ക് പോകുന്നു. അപ്പം അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് വന്നോണ്ട് അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ട്രിപ്പ് പോയായിരുന്നു നിങ്ങള്? നിങ്ങൾ പോയൊന്നുമില്ല. അപ്പൊ വെക്കേഷൻ അല്ലേ, അപ്പം നമ്മുടെ കൂടെ ഒന്ന് അടിച്ചു പൊളിച്ചു. എന്താണ് കുട്ടി പറയുന്നത്? അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിച്ച്. അതെ അതെ അതെ. അപ്പൊ എല്ലാരും ട്രിപ്പൊക്കെ പോവാ അല്ലേ? സ്കൂളൊക്കെ അടച്ചിരിക്കല്ലേ അല്ലേ? ഇനി നമുക്ക് എവിടെ പോണം? എവിടെ? ഇനി എന്നാ സ്കൂളിൽ പോകണ്ട തിരിച്ച്? ഇനി എത്രാം ക്ലാസ്സിലാ ഇനി അങ്ങോട്ട്? 4. ഇപ്പൊ ഈ പിള്ളേരെ തോപ്പിക്കുകയൊക്കെ ചെയ്യും. ഞാനിവിടെയുള്ള അഭിപ്രായം എന്താണ്? കൊച്ചിനടുത്ത് വലിയ വലിയ ചോദ്യങ്ങൾ മറ്റേ ഇന്റർവ്യൂ പോലെ ചോദിക്കുന്നത്. പഠിക്കണം. ഇപ്പൊ തോപ്പിക്കൂലേ? ജയിക്കുവോ നീ? അടங்குത് കോണ അടി ഹോണ ഇനി ഇപ്പോ ജയിക്കണ സോണ. ഞാൻ അമ്മയ്ക്ക് ഒരു ചലഞ്ച് തരാം. ആളുള്ളിടത്ത് ഇറങ്ങി ഡാൻസ് കളിക്കാൻ പറ്റുമോ? പബ്ലിക്കായിട്ട് പറ്റുമോ? പാട്ടിട്ട് തരാം, ഇറങ്ങി പോയി ഡാൻസ് കളിക്കണം. അടുത്ത ആളുള്ളടത്ത് ഞാൻ നിർത്തില്ലേ വണ്ടി. റെഡി? ആരതി എഴുതിക്കണേ? Ustramos, isso maybe, Ustramos, somos los eu contaste no baby, descompras, Spanish man. Ambambadi, let's go buddy, Angambadi, let's go buddy. Oh wow, oh wow. അത് നമ്മുടെ വണ്ടിക്ക് സൺറൂഫ് ഇല്ലാത്തതിന്റെ രീതി ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇങ്ങനത്തെ സ്ഥലം വരുമ്പോഴേ സൺറൂഫ് ഉണ്ടെങ്കിൽ എണീറ്റ് മണ്ടയിക്കാലോ. ഞാനത് പിന്നെ കോടാലിക്ക് വെട്ടി കീറിട്ട് ഇവിടെ സൺറൂഫ് പണിയാൻ പോയില്ലേ? 10-60 പേരുണ്ട് ഇവിടെ ഡാൻസ് കളി. ആ കളി എന്നിട്ട് ഞാൻ ചുമ്മാ പറഞ്ഞു വിചാരിച്ച അച്ഛന്റെ ബെൽറ്റ് ലൂസ. ബെൽറ്റ് മേടിച്ചില്ലല്ലേ? അയ്യോ, ഇതിപ്പോ ബെൽറ്റ് എങ്ങനെ മേടിക്കും? വെളിയിറങ്ങാൻ പറ്റാത്ത രീതി ഇവിടെ കടയില്ല കേട്ടോ. നല്ല ലൂസ് ഉണ്ടോ? എന്റെ തരാം. ഇല്ല, പൊച്ചക്കയർ മേടിക്കണം. പൊച്ചക്കയർ അതുകൊണ്ട് ആ വിറവ് വീട്ടിലുണ്ടോ? അതുകൊണ്ടേ ഒരു വിറവോട്ട് മേടിച്ചിട്ടുണ്ടോ? മേടിക്കാൻ പോണോ? ഞാനൊരു പോവാത്. ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോ ആരും നിർത്താത്തൊരു വാട്ടർഫാൾസ് ഇല്ലേ, അവിടെയാണ് നമ്മൾ നിർത്തിയത്. വേണ്ടേ? പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയപ്പോ വെള്ളമില്ലായിരുന്നു കേട്ടോ. എനിക്കൊന്നും ഇവിടെയൊക്കെ മഴ പെയ്യുമെന്ന് തോന്നുന്നില്ലേ? പക്ഷെ നമ്മൾ ഗവിയിലൊന്നും മഴയൊന്നും പെയ്തൊന്നുമില്ല. ഇങ്ങോട്ടൊക്കെ മഴ ഉണ്ടായിരുന്നു കേട്ടോ, വെള്ളമുണ്ട് ചെറുതായിട്ട്. എന്തിനാ ഡാൻസ് കളിക്ക്? കളിയാക്കട്ടെ. പാട്ട് ഞാൻ പാടിത്തരാം. അച്ഛൻ പാടും, അമ്മ ഡാൻസ് കളിക്കേ. ഡാൻസ് കളിക്കാൻ പാട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ. ഇനി ഞാൻ നല്ലോണം ഒരു വാക്കൂടെ പറയാം. കളി ഒറ്റ സ്റ്റെപ്പാണ് ഞാൻ. എല്ലാരും മുമ്പേ അമ്മ പോയിട്ട് വേണ്ടേ പിടികളെ ആ ഒരു സാധനം മാത്രം അത് കാണിച്ചാൽ മതി. അപ്പ കാണിക്കപ്പാ. അതെ, മൈക്കുണ്ടോ? കുഴപ്പമില്ല, കാണിക്കമ്മാ. ആ വേണ്ട വേണ്ട, അപ്പൊ ചെയ്യാനായിട്ട് പോയടാ. ബാ, നമുക്ക് പാപ്പം വല്ല ഉണ്ടോ? ബാ അണ്ണാ, ഇതെന്തൊരു സാധനം ഉണ്ടോ? വട്ടയപ്പോ? വട്ടയപ്പം എന്തെങ്കി അതുണ്ട്, വേണോ? വട്ടയപ്പം വേണ്ടേ?
ഉപ്പിലിട്ട വേണോ? അവൾക്ക് മാങ്ങ മതിയെന്ന്. നിനക്ക് എന്ത് വേണോ? മാങ്ങ മതിയോ? അച്ഛന് എനിക്കൊന്നും വേണ്ട. വള്ളി ഒരു ഉപ്പിലിട്ട മാങ്ങ എടുക്കാം കേട്ടോ. 50 രൂപ. എന്തിരി കൊരങ്ങൻ ദേ ഒന്ന് കിടക്കുന്നോ? കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. തൂങ്ങി പിടിച്ചിരിക്കുക. ആ നോക്കുന്നുണ്ടോ? അല്ല എന്തെങ്കിലും സാധനം മേടിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കും. അച്ഛൻ പോപ്കോൺ എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടേ ഉണ്ടോ മുകളിൽ നിന്ന് എല്ലാം ഒരാൾ കാണുന്നു പറയുന്നില്ലേ, ആ ആളാണത്. മാങ്ങ നോക്കാം. വണ്ടി വാട്ട മാങ്ങ. കൊരങ്ങന്മാർക്ക് കുറച്ച് പൊരി കൊടുക്കാം കേട്ടോ. കടക്കാർക്കൊക്കെ ഈ കൊരങ്ങന്മാര് ഭയങ്കര ശല്യമാണ്. അതാ പുള്ളി പറഞ്ഞത് ഇവിടെ നിന്ന് കഴിക്കില്ലേന്ന്. കൈ വെച്ച് കൊടുക്കല് മാമ്പ്. ഇതോടെ മേടിച്ചോണ്ട് പോകും മിക്കവാറും. നിങ്ങൾ നോക്കുന്നുണ്ടോ? മാറിക്കടി. ഹലോ, എന്തുകൊണ്ട് എവിടെ ആയിരുന്നു ഇത്ര നാള്? ഈ എമ്പുരാനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ്? ആറാട്ടണന്റെ റിവ്യൂ ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാവോ? നിങ്ങൾ വ്ളോഗ് എടുക്കുന്നുണ്ടോ? ഹായ്, വ്ളോഗ് നിങ്ങൾ എടുത്തോളൂ, നിങ്ങളുടെ കൂട്ടുകാരെ കാണിക്കാം. ഹലോ, ഈ കൊരങ്ങനുണ്ടല്ലോ, അച്ഛൻ പോപ്കോൺ കൊടുത്ത കയ്യിൽ തട്ടിയില്ലേ, തട്ടിക്കളഞ്ഞ്. അയ്യേ, കൊരങ്ങ ഇൻസൾട്ട് ചെയ്ത്. കൊരങ്ങ കൊടുത്തപ്പോ ഉണ്ടല്ലോ ഒരു ഒറ്റടി. മക്കള് വേണ്ട, അത് ഡേഞ്ചറാ. അപ്പൊ ശരി, അടുത്ത കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. ബൈ. വേണ്ട, അത് സീനാ കേട്ടോ. വേണ്ട വേണ്ട, അത് സീനാ, അത് അടിക്കും. അയ്യേ, കൊരങ്ങന്റെ എന്നൊക്കെ അടിയിട്ടിയ നാണക്കേടാട്ടോ. വേണ്ട. ഹലോ, നെല്ലിക്ക തിന്നോ? ഉപ്പിലിട്ട നെല്ലിക്ക തിന്നോ? തിന്നോ ഈ നെല്ലിക്ക? ഉപ്പിലിട്ടതാ, ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോ എടുത്ത് തിന്നണം. ആ മതി മതി, കുഴപ്പമില്ല. എന്റെ പൊന്നെ, ആ കൊരങ്ങന്റെ അതിന്റെ ഫേസ് മാറുന്നുണ്ടാവാ. എനിക്കിപ്പോ ചെവിക്കലിട്ട് കൊരങ്ങന്റെ അടി. നീ എന്തൊരു ബിൽഡപ്പം വെച്ചിട്ട് അവിടെ അങ്ങോട്ട് പോയത്? ഭയങ്കര സീൻ. അതെന്നെ ഞാൻ മാറിയത്. അച്ഛൻ അടി കിട്ടി ഗൈസ് കൊരങ്ങന്റെ. അളിയ പോപ്കോൺ ഉണ്ടല്ലേ, അതിന് സേതോ ഇങ്ങനെ വെച്ച് നീട്ടി ഒരൊറ്റടി. പോപ്കോൺ തട്ടിയും കളഞ്ഞാ തിന്നു വിടുന്നത്. അത് വീഡിയോ കിട്ടിയില്ല, ഞാൻ കട്ട് ചെയ്ത സമയത്ത് എടുത്തത്. നോക്കിപ്പോ. അച്ഛൻ സ്നേഹത്തോടെ പോപ്കോൺ ഒക്കെ മേടിച്ചോണ്ട് കൊടുത്തു. ഞാൻ വലിയ കാര്യത്തിൽ കൊടുത്തു. വേറൊന്നുമല്ല, അതിന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നത്. അത് ആ കയ്യില് ഒരടിക്ക് അത് അടിച്ചത് പോട്ട്, എന്നിട്ട് മുഖത്തോട്ട് നോക്കി 3-4 ആക്ക് എന്തൊക്കെയോ പറഞ്ഞ കഴിച്ചേ അഹങ്കാരം പറ്റേ. പക്ഷെ കുഞ്ഞു കുരങ്ങുകളും അത് വേണ്ടാന്ന് പറഞ്ഞില്ല, അതും തിന്ന് കടിച്ചു ഒപ്പിക്കളയുന്നേ ഉള്ളു. അച്ഛന് മൊത്തത്തിൽ വിഷമായി അവിടെ ഇറങ്ങണ്ടായിരുന്നു. ബാക്കിയെല്ലാം വേണ്ടെങ്കില് മേടിച്ചിട്ട് കളയുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒറ്റ അടി കൈ ഇറച്ചിട്ടാ വലിയ കുരങ്ങൻ ഇത് മൊത്തത്തിൽ തിന്നുമായിരിക്കും പറഞ്ഞ കൈ ഇറച്ചിട്ടു. ഒറ്റ അടി കഴിക്കാത്തത് അതെല്ലാം നിറയെ പോയി. എല്ലാം നിറയെ പോയി. ഹേ ഗൈസ്, അപ്പോൾ അളിയൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ടാറ്റ ബൈ ബൈ. ഓക്കെ, യാത്ര പറയുന്നു, ഇവിടെ പറഞ്ഞ് പോവുകയാണ്. ഓക്കെ ഗൈസ്, പോവാ. ബാക്കിൽ വണ്ടി കിടക്കുന്നു കേട്ടോ. ലെറ്റ്സ് ഗോ. മാമി ഹാപ്പി. ഇതാരിത്? വരുന്നതാ. ഇത് പൊന്നെ, എന്റെ പൊന്നെ. കിടന്നങ്ങ് തോളില് ബെൽറ്റ് ഇട്ടാ? ഓക്കെ. കുരുത്തക്കേടുണ്ടാവിനെ? അയ്യോ എന്റെ പൊന്നെ, ഇല്ലല്ലേ? എനിക്ക് വയ്യ. ഓടി അവ ഉണ്ടായിട്ട് പോരാ, അവനെ ഭയങ്കര ഉപദ്രവമാണ്. ഇവിടുത്തെ പട്ടീനെ? ഇവനെ മൊത്തം തീർക്കുന്ന അവന്റെ അടുത്താ. ഭയങ്കര ചട്ടമ്പിയാ. ചെറുകനെടുത്ത് കൊടുത്തു കേട്ടോ. ഇവിടുത്തെ ആളെന്തേ? ഇവിടുത്തെ കൂട്ടില ലൂസി അല്ല, എന്തിന് അബ്ദു അബ്ദു എന്ന് പേരുള്ള പെമ്പട്ടി. അബ്ദു കറി വെച്ചാ? മാമി മീൻ വറുത്തുണ്ടെന്ന് പറഞ്ഞ്, അമ്മ പറഞ്ഞ് മീൻ വറുത്ത് ഉണ്ടാക്കുന്നെന്ന്.
ഇല്ലേ ചുമ്മാ പറഞ്ഞാ റോഡി വന്നപ്പോഴും മണം കിട്ടി. മാമി മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാമിയല്ല മാമനാ. മാമൻ വെച്ചാന്നോ? സെറ്റ് കറിയാ മാമന്റെ കറി. അടിപൊളി കറി നോക്ക്. മാമന്റെ പക്ഷെ ഫോട്ടോയിൽ അത്രയും വരുന്നില്ലല്ലേ. ആ ഉണ്ട് വേണ്ടേ? അടിപൊളി കറിയാ മാമൻ. സൂപ്പർ കറി കേട്ടോ. ഇതെന്തിനു മീനാ? അത് പീര പീരമീനോ? ഉലുവാച്ചിയോ? നല്ല ചെമ്പാവരി ചോറ്, പയറ് തോരൻ, പിന്നെ ഇതെന്തോ മീൻ വറുത്തെ, മാമന്റെ സ്പെഷ്യൽ മീൻകറി. അതെ, മാമൻ വെച്ച മീൻകറി. പരിപ്പുണ്ട്. അത് പുളിശ്ശേരി അല്ലേ? പരിപ്പും പുളിശ്ശേരിയും ഉണ്ട്. ഓ, രണ്ടും ഉണ്ട്. ചീനിയുണ്ട്. ഊഫ്, എനിക്ക് കിടിലം ഫുഡ്. മീൻകറി ഒക്കെ ചോറും മീൻകറി മാത്രം മതി കഴിക്കാൻ. അടിപൊളി. ഇതൊരു പീസൊക്കെ എടുത്ത് ഇളക്കി ഇളക്കി അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? എന്റെ വായി നോക്കുന്നത് കറിയുടെ കളർ നോക്കിയാ അടിപൊളി. മീൻ നോക്കിയാ സോഫ്റ്റ്, നല്ല ചൂടുണ്ട് കേട്ടോ. നോക്കിയേ, അടിപൊളി. മാമ സൂപ്പർ. കുരുമുളകൊക്കെ ഇട്ട് നല്ല വറ്റിച്ച് വെച്ചാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതും ആ മീനാണോ പൊരിച്ചത്? പൊരിച്ചത് ഈ മീനാണോ? ഇത് വേറെ പറവയോ? അത് പറക്കുന്നേ അല്ലേ? നീ എന്തരായാലും നിന്നെ. ഇത് പരവ മീനോ? പറവ മീൻ. വേളപ്പാരയുടെ ചെറുതാണോ അത്? ആ, വേളപ്പാരയുടെ ചെറുത്. കുഞ്ഞമ്പലം. മാമി കഴിഞ്ഞിട്ട് പോണാക്കള്. മാമിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട കേട്ടോ. ഹാപ്പിയാ. ഭയങ്കര സ്നേഹം അവന് ഭയങ്കര. അതുകൊണ്ടാ ഇവിടെ കൊണ്ടാക്കിയത്. മാമിക്ക് ഭയങ്കര കാര്യം. അപ്പൊ ഓക്കെ ടാറ്റ മാമ. ഓക്കെ ബൈ ബൈ ടാറ്റ. വരുന്നാ? ഓ മാമി ഫ്ലൈക്കിസൊക്കെ 10 രൂപ കൊണ്ടാക്കിയിട്ടുണ്ട് അമ്മൂമ്മയുടെ അടുത്ത്. ടൂറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞുകൂടാ അങ്ങോട്ട്. നമ്മൾ എവിടെയൊക്കെ പോയെന്ന് പറ. നമ്മള് പറ. ഗവി ആനയെ കണ്ട്, പോത്തിനെ കണ്ട്, കരിങ്കുരങ്ങനെ കണ്ട്, ബോട്ടിൽ പോയി, വാട്ടർഫാൾസിൽ പോയി, കുളിച്ച്, ഫുള്ള് കറങ്ങി, അടിച്ചു പൊളിച്ചെന്ന് പറയാം ഇങ്ങോട്ട്. അടിച്ചു പൊളിച്ച് കൊച്ച് കണ്ടോ? 10 രൂപ പോട്ടാ. ഓ ടാറ്റ ടാറ്റാ ടാറ്റ. പോയാലോ? പോവാ. പോട്ടാ മുത്തമ്മ, പോട്ടെ. നമ്മള് വീടെത്തി കേട്ടോ. അയ്യോ, വീടെത്തിടാ. ഹാപ്പി ബാ. ഓ ഓ ഓ അയ്യോ അയ്യോ, നമ്മുടെ വീടെത്തി. ഓടി കയറി പോണു ഗൈസ്. അത് ഹാപ്പിക്കുള്ള വീടാട്ടോ. എന്നെ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് അവരിവിടെ കൊണ്ട് വെച്ചിട്ട് പോയതാ. ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. ഗൈസ്, അപ്പം എന്തായാലും അടിപൊളി ഒരു ട്രിപ്പ് തന്നെ ആയിരുന്നു. നമ്മൾ ഒത്തിരി നാൾ കൂടിയിട്ടാണ് ഒരു ട്രിപ്പൊക്കെ പോണേ. ഞാൻ ഗവിയിലൊന്നും ഇതിനു മുമ്പ് പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഗവി പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ പോയി. ക്ലൈമറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓവറോൾ ട്രിപ്പ് നോക്കുന്ന സമയത്ത് നല്ല ട്രിപ്പ് തന്നെ ആയിരുന്നു അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണെന്ന് വരെ ബൈ.